വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ 4 റീൽസിനും കമൻറ്റിനും വേണ്ടി ഇന്ന് സോഷ്യൽ മീഡിയയിൽ എന്ത് തരം വർത്തമാനങ്ങളും പറയാൻ യാതൊരു മടിയുമില്ലാത്ത കാലമാണ്. അത് ഓരോരുത്തരുടെയും ചോയ്സാണ്, അത് പ്രശ്നമല്ല. പക്ഷേ വിശ്വാസപരമായ കാര്യങ്ങളിൽ, മതപരമായ കാര്യങ്ങളിൽ കൃത്യമായ അറിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ഈ അന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിലേക്ക് പല ആളുകളും രംഗത്ത് വരികയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി തനിക്ക് ധാരണയില്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ട് ആ വിഷയത്തെ സമീപിച്ചുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്താം എന്നതിലപ്പുറം കേട്ടത് അപ്പാടെ കുറച്ച് റീച്ച് കിട്ടണമെന്ന് കരുതിയിട്ട് അങ്ങ് തട്ടിവിടുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. ഞാൻ പറഞ്ഞു വന്നത് ഒരു മുസ്ലിം നാമധാരിയായ ഒരു സഹോദരൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. ആദ്യം ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം. ചില മുസ്ലിംസിലായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവര് ഹിന്ദുക്കളോട് ഭക്ഷണം കഴിക്കാൻ വെറുക്കുന്ന മടിക്കുന്ന ആൾക്കാർ വരെ ഇവിടെ ഉണ്ട്. ഞാൻ പല ആൾക്കാർക്കും ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഹിന്ദുക്കളെ ഹോട്ടലാണ്, അങ്ങോട്ട് പോകണ്ട, നമുക്ക് മുസ്ലിംസ് ആയിട്ടുള്ള ഹോട്ടലിൽ നോക്കാം, അവിടുന്ന് ഭക്ഷണം കഴിക്കാം. കാരണം അവിടെ ഭക്ഷണം കഴിച്ചാൽ ഒരു എന്താ നമുക്കൊരു സുഖം കിട്ടില്ല, നമുക്ക് നമ്മളതായിട്ടുള്ള മുസ്ലിംസിലായിട്ടുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ളതായിട്ടുള്ള വാക്കുകൾ പല മനുഷ്യന്മാരെത്തുന്നു. ഞാൻ ചെവിയിൽ കേട്ടത് കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിമാനായിക്കോട്ടെ, ക്രിസ്ത്യാനായിക്കോട്ടെ, ഏത് ജാതിക്കാരായിക്കോട്ടെ, ഏത് മതക്കാരായിക്കോട്ടെ, മതമില്ലാവരായിക്കോട്ടെ, ആരും തന്നെ ആയിക്കോട്ടെ, മനുഷ്യരല്ലോ അല്ലെ, മനുഷ്യരല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവർ ഉണ്ടാക്കുന്ന ഹോട്ടലിൽ വിൽക്കുന്നത് ഹിന്ദുക്കളായും ശരി, മുസ്ലിംസിലായും ശരി, ക്രിസ്ത്യാനികളായും ശരി, ആ ഹോട്ടലിലേക്ക് കയറി വരുന്ന മനുഷ്യന്മാർക്ക് ഭക്ഷണം കഴിക്കാനല്ലേ മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഉണ്ട്, ആ മെസ്സേജ് തരാം. മുജാഹിദ് പള്ളിക്കാർ അവരുടെ പെരുന്നാളിനെ നമ്മളെ വിളിക്കാറുണ്ട്, നമ്മൾ പോകാറുണ്ട്, ഫുഡ് ഒക്കെ കഴിക്കും. തിരിച്ചും ഓണത്തിന് വിഷുവിന് വിളിച്ചാൽ അവർ വരില്ല, ഒന്ന് ഫുഡ് കഴിക്കില്ല, ഹറാമാണ് എന്ന് അറിയാൻ ഇടയായി, പിന്നീട് അവരെ വിളിക്കാറില്ല എന്നുള്ളത്. അങ്ങനെ സംഭവം ഉണ്ടാവും. ഹിന്ദുക്കളുടെ ഭക്ഷണം കഴിക്കുന്നത് ഹറാമാണ് എന്നുള്ളത് ആരവിടെ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ സംഭവം അതൊന്നല്ല. എന്താ വെച്ചാല് മറ്റു മതക്കാരോട് വെറുപ്പുള്ള, ദേഷ്യമുള്ള, അവരുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരെ അറപ്പ് കാണിക്കുന്ന ചില മുസ്ലിംസുകളായിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഭക്ഷണത്തിന് എന്ത് ജാതി, എന്ത് മതവും എനിക്ക് അറിയത്തോട് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ മറ്റുള്ള ആൾക്കാരുടെ വർത്തമാനങ്ങൾ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെയും ചിന്തിക്കുന്ന ചില വർഗീയവാദികളുണ്ട് എന്നാണ്. അഥവാ ഭക്ഷണത്തിൽ വരേക്കും വർഗീയത കലർത്തുന്ന, അഥവാ അവർ ഹിന്ദുക്കളാണ്, ഹിന്ദു മതക്കാരാണ്, അപ്പം അവരുണ്ടാക്കുന്ന ഭക്ഷണം മുസ്ലിംസിന് കഴിക്കാൻ പാടില്ല എന്ന് വരേക്കും പറഞ്ഞ് പഠിപ്പിക്കുന്ന കുറെ മുസ്ലിംസുകളായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഇല്ല എന്നൊന്നും പറയാൻ ശരിക്കും എല്ലാവരും കേട്ടോ. ചില മുസ്ലിംസുകളായിട്ടുള്ള, അഥവാ മതമാണ് വലുത് എന്ന് പറയുന്ന, മതത്തെക്കാൾ വലുത് ഒന്നുമല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഇതേമാതിരി പറയുന്നത്. എന്തെന്നറിയോ, മറ്റു മതക്കാരോട് ഭക്ഷണം കഴിക്കരുത്, അത് നമുക്ക് ഹറാമാണ്, അത് നമ്മൾ ഇസ്ലാമിനോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ. ഒറ്റ കാര്യം മനസ്സിലാക്കാനുള്ള ആൾക്കാർ, മതം നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷെ ഭക്ഷണത്തിന് മതം ഇതും ഒന്നില്ല എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കാൻ. പ്രിയ സഹോദരൻ പറയുന്നത് പോലെ ഒരു വർഗീയമായ കാര്യം ഈ വിഷയത്തിൽ എവിടെയാണുള്ളത്? ഇതൊന്നൊരു വർഗീയമായി ചിത്രീകരിക്കേണ്ട കാര്യമല്ല. സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാത്തിനും നിബന്ധനകളും മാനദണ്ഡങ്ങളും ഉണ്ടാവാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും ഈ ഒരു നിബന്ധനയും മാനദണ്ഡവും പാലിച്ചുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസി മുന്നോട്ട് പോകേണ്ടത് എന്നത് ഇസ്ലാമിൻ്റെ ഒരു നിർദ്ദേശമാണ്. എന്തിൻ്റെ പേരിൽ മറ്റു മതങ്ങളെ തേജോവധം ചെയ്യാനോ മറ്റു മതങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാനോ ഉള്ള ശ്രമം ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നുമില്ല. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാം. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം ഉറച്ചതാണെങ്കിൽ അത് അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ ജീവിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വിശ്വാസിയാകുക. പേരുകൊണ്ട് മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ സഹോദരൻ പറഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയായിരിക്കാം. അങ്ങനെ ഒരു കാഴ്ചപ്പാട് യഥാർത്ഥ വിശ്വാസികളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകില്ല. ഒരു അമുസ്ലിമായ ആളുടെ ഹോട്ടലിലേക്ക് പോകാതിരിക്കുക, അല്ലെങ്കിൽ അമുസ്ലിമായ ആളുടെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസം ഉണ്ടായിരിക്കെ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് മനുഷ്യത്വപരമായി എല്ലാവരെയും അംഗീകരിക്കുകയും അവരുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കുകയും ആ നിലക്ക് ജീവിച്ചു പോവുകയും ചെയ്യുക എന്ന വലിയ പാഠം ഇസ്ലാം നൽകുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതം തന്നെ പറയാം. ഞാൻ ജോലി ചെയ്തിരുന്ന പള്ളിയുടെ പരിസരത്ത് ഒരുപാട് അമുസ്ലിം സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ട്. ഇപ്പോഴും പലരുമായി എനിക്ക് ബന്ധമുണ്ട്. അവരുടെയൊക്കെ വീടുകളിലുള്ള സന്തോഷങ്ങളിൽ പലപ്പോഴും ഞാൻ പോയിട്ടുണ്ട്, എന്നെ ക്ഷണിച്ചിട്ടുമുണ്ട്. നമുക്ക് വേണ്ടി അവർ പ്രത്യേകം ഭക്ഷണങ്ങൾ ഒരുക്കി, സമൃദ്ധമായ ഭക്ഷണങ്ങൾ നൽകി ഞങ്ങൾ സന്തോഷങ്ങൾ പങ്കിട്ടിട്ടുമുണ്ട്. ഇവിടെ എവിടെയും നമ്മൾ വർഗീയത കണ്ടിട്ടില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടതൊരു കാര്യം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മാംസാഹാരികൾ പ്രത്യേകിച്ച് അത് ഏത് മാംസമാകണം കഴിക്കേണ്ടത് എന്നതും കഴിക്കുമ്പോൾ തന്നെ അത് അറുക്കപ്പെടുന്ന രീതിയും വളരെ പ്രത്യേകമായും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. കൃത്യമായി അതിൻ്റെ നിബന്ധനകളുണ്ട്, അത് പാലിച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ ആ നിബന്ധനകൾ ഇല്ലാത്ത മാംസങ്ങൾ കഴിക്കപ്പെടുന്നത് തെറ്റ് തന്നെയാണ് വിശ്വാസപരമായി കൊണ്ട്. അതിനൊരു മുസ്ലിം ചെയ്താൽ പോലും, ഇപ്പം
മാംസാഹാരികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇസ്ലാം അനുവദിച്ച മാംസങ്ങളുണ്ട്, അല്ലാത്തതുണ്ട്. അത് തന്നെ അറക്കുമ്പോൾ അത് മുസ്ലിമായ ആൾ അറുക്കുക എന്നതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് തന്നെ മൂർച്ചയുള്ള കത്തി പോലെയുള്ള ആയുധങ്ങളെ കൊണ്ടായിരിക്കണം. കരണ്ട് കൊടുത്തുകൊണ്ടോ അടിച്ചു കൊന്നുകൊണ്ടോ ഒരു ജീവി കൊല്ലപ്പെട്ടു അങ്ങനെ ഉണ്ടാക്കുന്ന വിഭവങ്ങളെ കൊണ്ട് അത്തരം മാംസങ്ങളൊന്നും പാകം ചെയ്താൽ കഴിക്കാൻ പാടില്ല. അതുപോലെ അറുക്കുമ്പോൾ ജീവിയുടെ അന്നനാളവും ശ്വാസനാളവും മുറിയണം, കത്തി കൊണ്ട് ശരിക്ക് മുറിയണം. അപ്പം അങ്ങനെയുള്ള നിബന്ധന, അത് ഒരു മുസ്ലിമായ ആൾ ഒരു ജീവിയെ അറുക്കുമ്പോൾ പോലും ഈ നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കഴിക്കാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴെങ്കിലും ഒരു മുസ്ലിം അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. അതൊരു വിഭാഗീയമായിട്ടോ ഒരു വർഗീയമായിട്ടോ ചിത്രീകരിക്കേണ്ട കാര്യമല്ല. എന്നാൽ അവർ ഉണ്ടാക്കുന്ന നല്ല സദ്യകൾ, പച്ചക്കറി വിഭവങ്ങൾ, മറ്റു മാംസ വിഭവങ്ങളല്ലാത്ത മറ്റു ആഹാരങ്ങൾ, ഇതൊക്കെ കഴിക്കുന്നതിൽ ആർക്കവിടെ പ്രശ്നം? ഒരു പ്രശ്നവും ഇസ്ലാം അവിടെ പറയുന്നില്ല. ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി എന്ന് ഉൾക്കൊണ്ടാൽ ഇവിടെ എന്താണ് പ്രശ്നമുള്ളത്? അപ്പോൾ നിങ്ങൾ നോക്കൂ, അമുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മലക്ക് പോകുന്നൊരു സന്യാസി മുസ്ലിമായ ആളുണ്ടാക്കിയ ഭക്ഷണം അല്ലെങ്കിൽ മാംസാഹാരികൾ കഴിക്കാൻ പാടുണ്ടോ? അതൊരു ആചാരത്തിൻ്റെ ഭാഗമാണ്. അതിനൊന്നും ഒരു വിഭാഗീയതയോ വർഗീയതയോ നമുക്ക് കാണേണ്ടതില്ല. അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പര മതപരമായ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പാലിക്കേണ്ട അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമെന്ന രീതിയിൽ കണ്ടുകൊണ്ട് ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രശ്നവും വരില്ല. അതൊക്കെ ഒരു വർഗീയമായി, അത് ഒരു വിഭാഗീയമായി അവരോടുള്ള വിദ്വേഷത്തിൻ്റെ ഭാഗമാണെന്ന് പ്രചരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കൽ പ്രിയപ്പെട്ട സുഹൃത്ത് ആരാണെങ്കിലും ചെയ്യാൻ പാടില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.